ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായർ, പുതുഞായർ, തോമസ് ശ്ലീഹായെ ഓർക്കുന്ന ദിവസം. അന്ന് തന്നെ കരുണയുടെ തിരുനാൾ. ഈശോ കുരിശിൽ മരിച്ചതോടെ ശിഷ്യന്മാരെല്ലാം ഭയചകിതരായിപ്പോയി. അവരുടെ പ്രതീക്ഷകളും കണക്കൂട്ടലുകളുമെല്ലാം തെറ്റി. ഈശോയെ ആർക്കും കീഴ്പ്പെടുത്താനാകും എന്നവർ വിചാരിച്ചിരുന്നില്ല. രോഗികളെ സുഖപ്പെടുത്തുന്ന, വെള്ളം വീഞ്ഞാക്കുന്ന, 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന തങ്ങളുടെ ഗുരുവിനെ ആർക്കും കീഴ്പ്പെടുത്താനാകയില്ലെന്ന് അവർ വിചാരിച്ചിരുന്നു. പക്ഷേ ഈശോ കുരിശിൽ ഒരു നിസ്സഹായനെ പോലെ മരിക്കുന്നത് നോക്കി നിന്ന ശിഷ്യന്മാർ ഭയന്ന് ഒരു മാളിക മുറിയിൽ വാതിലുകളും ജനലുകളുമെല്ലാം അടച്ച് ഭദ്രമാക്കി ഒളിച്ചിരുന്നു. 3-ാം ദിനം ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ തോമസ് അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം പരിസരം നിരീക്ഷിക്കാനായി ഒരു ധൈര്യം സംഭരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഈശോ തങ്ങൾക്ക് പ്രത്യക്ഷനായി എന്ന വിവരം ശിഷ്യന്മാർ തോമസിനെ അറിയിക്കുമ്പോൾ തോമസ് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അവൻ്റെ കൈകളിൽ ഞാൻ ആണിപ്പഴുതുകൾ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്തെൻ്റെ വിരൽ വെച്ചല്ലാതെയും അവൻ്റെ വിലാപ്പുറത്തെൻ്റെ കൈകൾ വെച്ചല്ലാതെയും ഞാൻ വിശ്വസിക്കുകയില്ല എന്നവൻ പ്രഖ്യാപിക്കുകയാണ്. ഒറ്റനോട്ടത്തിൽ എന്തൊരു അവിശ്വാസിയായ തോമസ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈശോയെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തോമസിൻ്റെ നിർബന്ധത്തിന് ഈശോ വഴങ്ങുന്നതായി നാം കാണുന്നുണ്ട്. ഈശോ തോമസിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. തോമസെ, ആണിപ്പഴുതുകൾ കാണുക, വിരൽ കൊണ്ടുവരിക, കൈ കൊണ്ടുവരിക, വിലാപ്പുറത്ത് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തിനും തയ്യാറായി തോമസിൻ്റെ മുന്നിൽ നിന്നു കൊടുക്കുന്ന ഒരു ഈശോയെയാണ് നമ്മൾ പുതുഞായറാഴ്ച കാണുക. ആമേൻ.